ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 20 മെയ് 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് ഇൻഫർമേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ക്വാർട്ടർ 4 റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ്. ഹാവൽസ് ഇന്ത്യ, സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ്, HPCL, AMK ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസ്, JK ലക്ഷ്മി സിമെൻറ്റ്, റിലാക്സോ ഫുഡ്വെയർ, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഉഷ മാർട്ടിൻ, വിരാട് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളുടെ ക്വാർട്ടർ 4 റിസൾട്ടാണ് പ്രധാനമായും ഇന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ പ്രീവിയസ്ലി ക്വാർട്ടർ 4 റിസൾട്ട് വന്ന കമ്പനികളുടെ ക്വാർട്ടർ 4 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. TD പവർ സിസ്റ്റത്തിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഒരു ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് 18.81 കോടിയിൽ നിന്നും 15.37 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. റവന്യൂ നോക്കുകയാണെങ്കിൽ 181 കോടിയിൽ നിന്നും 168 കോടിയായി റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. JK ടയറിൻ്റെ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് പ്രോഫിറ്റിലുള്ള വളരെ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 2020 ക്വാർട്ടർ 4 ഈ കമ്പനി 47 കോടി രൂപയുടെ ലോസ് ആയിരുന്നു ജനറേറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ കമ്പനി 189 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 1792 കോടിയിൽ നിന്നും 2927 കോടിയായി കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. എൻഡുറൻസ് ടെക്നോളജിയുടെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 106 കോടിയിൽ നിന്നും 187 കോടിയായി മാറുകയും റവന്യൂ 1596 കോടിയിൽ നിന്നും 2132 കോടി ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഒരു ഷാർപ്പ് ഹൈക്കാണ് കാണിക്കുന്നത്. അതായത് 4916 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 8781 കോടിയായി മാറുകയും റവന്യൂ 1,46,598 കോടിയിൽ നിന്നും 1,63,605 കോടിയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാരിൻ്റ് കെമിക്കൽസിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 45 ലക്ഷത്തിൽ നിന്നും 10 കോടിയായി മാറുകയും റവന്യൂ 169 കോടിയിൽ നിന്നും 218 കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. കായ ക്ലിനിക്കിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലോസിൽ നല്ല രീതിയിലുള്ളൊരു കുറവ് വന്നിട്ടുണ്ട്. അതായത് 2020 ക്വാർട്ടർ 4 ഈ കമ്പനി 14.36 കോടി രൂപയുടെ ലോസ് ആയിരുന്നു ജനറേറ്റ് ചെയ്തത്. ഇപ്പോൾ കമ്പനി 2.37 കോടി രൂപയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 87 കോടിയിൽ നിന്നും 89 കോടിയായി മാറിയിട്ടുണ്ട്. TCI എക്സ്പ്രസിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 12.6% വർധനവോടുകൂടി 43 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിക്കുന്നത്. റവന്യൂ 17% വർദ്ധിച്ച് 280 കോടിയായി മാറിയിട്ടുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ SML ഇസൂസിയുടെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് ലോസ് 2 കോടിയിൽ നിന്നും 20 കോടിയിൽ നിന്നും കമ്പനിയുടെ നെറ്റ് ലോസ് 2 കോടിയിൽ നിന്നും 20 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂവിൽ 5% വർധനവോടുകൂടി 258 കോടിയാണ് കമ്പനിയുടെ റവന്യൂ ആയി കാണുന്നത്. വിവിധ കമ്പനികളിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കാം. രാജേഷ് എക്സ്പോർട്സ് എന്ന കമ്പനിയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.045% നിന്നും 9.07% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി ഈ കമ്പനി രാജേഷ് എക്സ്പോർട്സിൻ്റെ 59.77 ലക്ഷം ഷെയറുകളായിരുന്നു അക്വയർ ചെയ്തത്. വെസ്റ്റ് ലൈഫ് ഡെവലപ്മെൻറ്റ് എന്ന കമ്പനിയിൽ SBI മ്യൂച്വൽ ഫണ്ട് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.6% നിന്നും 6.38% കുറച്ചിട്ടുണ്ട്. അതായത് മെയ് 18-ാം തീയതി ഏകദേശം 3 ലക്ഷം ഷെയറുകൾ സെൽ ചെയ്താണ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചത്. അതുപോലെ തന്നെ ലണ്ടൻ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പായ എലാറ ക്യാപിറ്റലിൻ്റെ ഇന്ത്യൻ സബ്സിഡറിയായ എലാറ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ബെസ്റ്റ് ആഗ്രോ ലൈഫ് എന്ന കമ്പനിയിൽ ഏകദേശം 1,78,000 ഷെയറുകൾ സെൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 205 രൂപ 99 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് അവർ സെൽ ചെയ്തിരിക്കുന്നത്. കോഫറേജ് എന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഈ കമ്പനിയിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 31 ലക്ഷം ഷെയറുകളാണ് 3,250 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തത്. ഏഷ്യർ മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യർ മോട്ടോറിൻ്റെ 2 വീലർ ബ്രാൻഡായ റോയൽ എൻഫീൽഡ് അവരുടെ 2.36 ലക്ഷം യൂണിറ്റ് ബൈക്കുകൾ റീകോൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബൈക്കുകളിലെല്ലാം ഡിഫക്റ്റ് ഡിറ്റക്റ്റ് ആയതുകൊണ്ടാണ് ഈ ബൈക്കുകളെ റീകോൾ ചെയ്തത്. ഇത് ഏഷ്യർ മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ DGCAയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 ഏപ്രിൽ മാസത്തിലെ ഏവിയേഷൻ പാസഞ്ചേഴ്സിൻ്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 മാർച്ച് മാസത്തേക്കാൾ ഇത് 26% റെഡ്യൂസാണ്. അതുപോലെ തന്നെ
സ്ട്രാറ്റജിക് ഡൈവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എയർ ഇന്ത്യ, BPCL, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ BEML എന്നീ കമ്പനികളുടെ സ്ട്രാറ്റജിക് ഡൈവെസ്റ്റ്മെൻറ്റ് 2021-2022 ഫിനാൻഷ്യൽ ഇയറിലായിരുന്നു പ്ലാൻ ചെയ്തത്. ഇത് അല്പം വൈകാൻ സാധ്യതയുണ്ട്. അതായത് COVID-19 പാൻഡമിക് സിറ്റുവേഷൻ മൂലം ഇത് വൈകും എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IDBI ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലും അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലുമെല്ലാം ഈ ബാങ്കിൽ അല്പം മൊമെൻറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ബാങ്കിൻ്റെ പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് അണ്ടർഗോയിങ് ആണ്. കൂടാതെ ദാൽമിയ സിമൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദാൽമിയ സിമൻറ്റ് ഹോൾഡ് ചെയ്തു വന്ന IEXൻ്റെ 4.5% സ്റ്റേക്കുകൾ 363 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. ഹാപ്പിയസ്റ്റ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൊക്കക്കോള ബോട്ടിലിംഗ് കമ്പനിയുമായി ചേർന്ന് റോബോട്ടിക് ഓട്ടോമേഷനിൽ ഹാപ്പിയസ്റ്റ് മൈൻഡും കൊക്കക്കോളയും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ സിൻഡെക്സ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഫില്ലിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്തിലെത്തിയ സൈക്ലോൺ മൂലം സിൻഡെക്സ് ഇൻഡസ്ട്രിയുടെ ഫാക്ടറി പ്ലാന്റിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്ലാന്റിൻ്റെ പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ ഓപ്പറേഷനെയും ബാധിച്ചു എന്നുള്ളൊരു എക്സ്ചേഞ്ച് ഫില്ലിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താന്തിയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഓർഡർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഏകദേശം 249 കോടി രൂപയുടെ ഒരു റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ലഭിച്ചിരുന്നു. ഈ റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, അതായത് മിസോറാമിലുള്ള ഈ റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ആയി എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ബിറ്റ്കോയിനിൽ ഏകദേശം 9% ഫോളാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ട്രേഡിംഗ് ചൈന ബാൻ ചെയ്തതാണ്. കൂടാതെ എൻ്റയർ മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റയർ സെഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഏകദേശം 35% ഇടിവാണ് കാണാൻ സാധിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.